നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. ബീഹാറിലെ NDAയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ ഒരു വരിയുണ്ടായിരുന്നു. സുരക്ഷിത് ഹേ ബീഹാർ, സോത് ഹേ നിതീഷ് കുമാർ. ബീഹാറിന്റെ ജനവിധിയും അങ്ങനെ തന്നെയായിരുന്നു. NDAക്ക് ചരിത്ര വിജയം, കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയ മഹാസഖ്യം. നിതീഷ് തന്നെ നായകൻ, ചാണക്യൻ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ. വിശദമായി നോക്കാം ടോപ്പ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. NDAയുടെ തേരോട്ടം. ബീഹാറിൽ വമ്പൻ വിജയവുമായി NDAക്ക് ഭരണ തുടർച്ച. 202 സീറ്റുമായി സർവാധിപത്യം. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും. മത്സരിച്ച 29-ൽ 19 നേടി ചിരാഗ് പാസ്വാന്റെ LJP. ബീഹാറിലേത് ജനാധിപത്യത്തിന്റെ വിജയമെന്നും കോൺഗ്രസ് മറ്റു പാർട്ടികൾക്ക് ബാധ്യതയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കയ്യെത്താ ദൂരത്ത് ബീഹാർ. തകർന്നടിഞ്ഞ മഹാസഖ്യം. വിജയിച്ചത് 34ഇടത്ത്. 61 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 6 സീറ്റ് മാത്രം. ശക്തി കേന്ദ്രങ്ങൾ കൈവിട്ട RJDയുടെ ജയം 25 സീറ്റുകളിൽ ഒതുങ്ങി. നേട്ടമുണ്ടാക്കാതെ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി. ഇടതു പാർട്ടികൾക്കും സീറ്റ് നഷ്ടം. വീണ്ടും SIRനെ പഴിച്ച് കോൺഗ്രസ്. പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്ന് ശശി തരൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയമെന്ന് ED ഹൈക്കോടതിയിൽ. കേസിന്റെ FIRകൾ ആവശ്യപ്പെട്ട് ED. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ചൊവ്വാഴ്ച വരെ ഹൈക്കോടതി തടഞ്ഞു. ജയശ്രീ ദ്വാരപാലകപ്പാളി കേസിൽ 4ാം പ്രതി. ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതം. ഒരു ഡോക്ടർ ഉൾപ്പെടെ 5 പേർ കസ്റ്റഡിയിൽ. ചാവേർ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് സുരക്ഷാ സേന തകർത്തു. ബന്ധുക്കളെ ചോദ്യം ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. ആദ്യ ദിനം സമർപ്പിച്ചത് 10 പത്രികകൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പലയിടത്തും അതൃപ്തി. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ KA അൻസിയ രാജിവെച്ചു. ആലപ്പുഴയിൽ കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിലെ പ്രതി ലതീഷ് B ചന്ദ്രനെ തിരിച്ചെടുത്ത് CPM. SIRലെ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടപെടാതെ ഹൈക്കോടതി. സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. സംസ്ഥാന സർക്കാരിന്റെ ഹർജി തീർപ്പാക്കി. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ശിവപ്രിയ മരിച്ചത് അണുബാധയെ തുടർന്നെന്ന് അന്വേഷണ റിപ്പോർട്ട്. അണുബാധയുടെ ഉറവിടം വ്യക്തമല്ലെന്നും റിപ്പോർട്ടിൽ. DMEക്ക് റിപ്പോർട്ട് കൈമാറി. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 1ാം ഇന്നിംഗ്സിൽ 159 റൺസിന് പുറത്ത്. ബുംറയ്ക്ക് 5 വിക്കറ്റ്. 1ാം ദിനം ഇന്ത്യ 1-ന് 37 റൺസ് എന്ന നിലയിൽ. കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ അധ്യാപകനും BJP നേതാവുമായ കുനിയിൽ പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ നാളെ വിധിക്കും. കേസ് പരിഗണിക്കുന്നത് തലശ്ശേരി പോക്സോ അതിവേഗ കോടതി. സ്റ്റോറി ഓഫ് ദി ഡേ. കരുണയുള്ളവരുടെ കനിവിനായി. ബീഹാറിൽ NDAക്ക് ഭരണ തുടർച്ച. 243-ൽ 202 സീറ്റുമായി NDA വൻ വിജയം കൈവരിച്ചപ്പോൾ മഹാസഖ്യം 34 സീറ്റിൽ ഒതുങ്ങി. ശക്തി കേന്ദ്രങ്ങൾ കൈവിട്ട RJDക്ക് കനത്ത തിരിച്ചടി. 25 സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. കോൺഗ്രസ് 6 സീറ്റിൽ ഒതുങ്ങി. BJP 89 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. നിതീഷ് കുമാറിന്റെ JDU 85 സീറ്റ് നേടി. മത്സരിച്ച 29 സീറ്റിൽ 19 സീറ്റ് നേടിയ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുടെ മുന്നേറ്റവും ശ്രദ്ധേയമായി. അസദുദ്ദീൻ ഉവൈസിയുടെ മജ്ലിസ് പാർട്ടി 6 സീറ്റുകൾ നേടിയപ്പോൾ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച 5 സീറ്റുകൾ നേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇടതുകക്ഷികൾ ഇത്തവണ നിറം മങ്ങി. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് 1 സീറ്റ് പോലും നേടാനായില്ല.
ബീഹാറിൽ എക്സിറ്റ് പോൾ പ്രവചനത്തേക്കാൾ വമ്പൻ വിജയമാണ് NDAക്ക് ലഭിച്ചത്. മഹാസഖ്യത്തിനാകട്ടെ പ്രതീക്ഷിച്ചതിന് അപ്പുറം അടിപതറി. 200-ലധികം സീറ്റുമായി NDA സർവാധിപത്യം ഉറപ്പിച്ചപ്പോൾ മഹാസഖ്യത്തിന് 50 സീറ്റിന് അടുത്തെത്താൻ പോലും ആയില്ല. മത്സരിച്ച 90% സീറ്റുകളിലെ വിജയവുമായി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. എങ്കിലും 18ാം ബീഹാർ നിയമസഭയിൽ കിരീടമണിയുക നിതീഷ് കുമാർ തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്. നിതീഷ് കുമാറിനെ മുഖമായി അവതരിപ്പിച്ച് നടത്തിയ പ്രചരണത്തിന്റെ അവസാനം മികച്ച വിജയത്തിൽ കലാശിച്ചതിന്റെ ആവേശത്തിലാണ് JDU. കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളുടെ ഇരട്ടിയോളമാണ് JDUവിന്റെ ഇത്തവണത്തെ നേട്ടം. ചിരാഗ് പാസ്വാൻ 19 സീറ്റുമായി വൻ നേട്ടം കൈവരിച്ചതും NDAക്ക് മുതൽക്കൂട്ടായി. ശക്തി കേന്ദ്രങ്ങൾ കൈവിട്ട RJDയുടെ പരാജയം ഏറെ ദയനീയമായി. വോട്ട് ചോരി അടക്കമുള്ള വിഷയങ്ങളുമായി പ്രചരണം നടത്തിയിട്ടും മഹാസഖ്യം പാടെ തകർന്നടിഞ്ഞു. 60 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് നിഷ്പ്രഭമായി. പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടിക്കും ഇടതു പാർട്ടികൾക്കും യാതൊരു ചലനവും സൃഷ്ടിക്കാനായില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. എന്തായാലും ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമ്പോൾ തുടക്കത്തിൽ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കാത്ത NDAക്ക് വൈകാതെ തന്നെ നിതീഷ് കുമാർ എന്ന പേര് പറയാതെ പറയേണ്ടി വന്നതും നിതീഷ് കുമാറിന്റെ സ്വീകാര്യതയും ജനകീയതയും ഒക്കെ അംഗീകരിച്ച് തന്നെയാണ് 10ാം തവണയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് നിതീഷ് കുമാർ എത്തുന്നത്. എക്കാലത്തും അധികാരത്തിന്റെ പക്ഷത്ത് കൃത്യമായി നിൽക്കാൻ കഴിവുള്ള നിതീഷിന്റെ വമ്പൻ തിരിച്ചുവരവ് കൂടിയാണ് ഈ ബീഹാറിലെ ഫലം. 2025 ബീഹാർ തെരഞ്ഞെടുപ്പ് NDAയുടെ തൂത്തുവാരലിന്റെയും JDU അധ്യക്ഷൻ നിതീഷ് കുമാറിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒക്കെ ശക്തമായ കൂട്ടുകെട്ടിന്റെ പേരിലായിരിക്കും രാഷ്ട്രീയ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുക. എന്തായാലും NDA ക്യാമ്പിൽ BJP ക്യാമ്പിൽ വലിയ സന്തോഷം തന്നെയാണ്. മഹാവിജയത്തിൽ ബീഹാറിലെ ജനതയ്ക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDAയെ ഹൃദയത്തിലേറ്റിയതിന് നന്ദിയെന്നും ബീഹാറിനെ വികസന പാതയിലേക്ക് എത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്ന് കോൺഗ്രസിനെ പരിഹസിച്ചു പ്രധാനമന്ത്രി. ബീഹാറിലെ വിജയം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ പ്രവർത്തകർക്ക് ഊർജം പകരുമെന്നും പ്രധാനമന്ത്രി. പാർട്ടിക്കും മുന്നണിക്കും ചരിത്ര വിജയം സമ്മാനിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ BJP ദേശീയ ആസ്ഥാനത്ത് മുദ്രാവാക്യം വിളികളുമായാണ് പ്രവർത്തകർ എതിരേറ്റത്. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ചേർന്ന് മോദിയെ ഹാരമണിയിച്ചു. പിന്നീട് പ്രവർത്തകരെ ആവേശത്തിലാക്കി പതിവ് ശൈലിയിൽ ഗംഭീര പ്രസംഗം. ആദ്യം ബീഹാറിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു. NDA മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ അംഗീകരിച്ചതിന് ബീഹാർ ജനതയെ വണങ്ങുന്ന മോദിയുടെ വാക്കുകൾ ജംഗിൾ രാജിലേക്ക് പോകാതിരുന്നതിനും നന്ദിയെന്നും മോദി പറഞ്ഞു. बिहार के उस नौजवान की है जिसके भविष्य को कांग्रेस और लाल झंडे वालों के आतंक के कारण बर्बाद किया गया. आज वो रेड कॉरिडोर, आतंक के वो दिन इतिहास बन गए हैं. बिहार विकास के रास्ते पर आगे बढ़ रहा है और अब ये यात्रा रुकने वाली नहीं है. രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ് വിജയമെന്ന് പ്രധാനമന്ത്രി. ബീഹാറിലെ ജനതയെ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കും. വികസിത ബീഹാർ സാധ്യമാകും എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം കോൺഗ്രസിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി വിമർശിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളെ വിശ്വാസമില്ലെന്ന് പറഞ്ഞ മോദി രാജ്യവിരുദ്ധ ശക്തികൾക്ക് സഹായം നൽകുന്ന നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസായി രാഹുൽ ഗാന്ധിയുടെ പാർട്ടി മാറിയെന്നാണ് മോദിയുടെ വിമർശനം. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതാണ് വിജയം. ബംഗാളിൽ BJP അധികാരം പിടിച്ചെടുക്കുമെന്നും ബീഹാറിലെ പോലെ ബംഗാളിലെ ജംഗിൾ രാജും അവസാനിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളും വിജയാഘോഷങ്ങളിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ കറുത്ത കുതിരകൾ ഒന്നും ഉണ്ടായില്ല. താമരയുമായി അശ്വമേധം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായപ്പോൾ നിതീഷിനേക്കാൾ ഒരു പടി മുകളിൽ നരേന്ദ്രമോദിക്ക് അവകാശപ്പെട്ടതാണ് ഇന്നത്തെ വിജയം. വികസനം പറഞ്ഞ് മുസ്ലിം വോട്ടുകളിലേക്കും BJP കടന്നു കയറി. ആരോപണങ്ങൾ, ഭരണവിരുദ്ധ വികാരങ്ങൾ തുടങ്ങി നിരവധി പ്രതിസന്ധികൾ മുന്നിലുണ്ടായിരുന്നു ബീഹാറിലെ NDA സർക്കാരിന്. അതിനൊരു മറുപടിയും ഉണ്ടായിരുന്നു NDAയ്ക്ക്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി ഉയർത്തിയ വികസന രാഷ്ട്രീയവും രാഷ്ട്രസങ്കല്പവും ഒന്നും മറികടക്കാൻ കോൺഗ്രസിനോ RJDക്കോ ആയില്ല. കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് ഭരണം നിലനിർത്താൻ BJPയുടെ നേതൃത്വത്തിൽ JDU ഇറങ്ങിയത്. ബീഹാർ ഭരണം നിലനിർത്താൻ എല്ലാ മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു BJP. ബീഹാറിന്റെ മുഖമായ മഖാന കർഷകർക്കായി 475 കോടി രൂപയുടെ പാക്കേജ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. മഖാനയുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിച്ചതിനൊപ്പം മഖാന വിത്തുകൾ കൊണ്ടുള്ള ലഘുഭക്ഷണ പദാർത്ഥങ്ങൾക്ക് GST ഇളവ് പ്രഖ്യാപിച്ചു. ഇതിലൂടെ മഹാസഖ്യം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന മല്ലാഖ് വിഭാഗത്തിന്റെ വോട്ടുകളാണ് BJP നേടിയത്. നരേന്ദ്രമോദിയും അമിത്ഷായും വരച്ച വരയിലൂടെ ബീഹാറിനെ കൊണ്ടുപോകാൻ NDAക്ക് കഴിഞ്ഞു. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് വൈകാരികമായി മോദി പ്രതികരിച്ചപ്പോൾ അല്പസമയം ബീഹാറിന്റെ മനസ്സിൽ പ്രധാനമന്ത്രി ഉണ്ടാക്കിയ സ്ഥാനം ചെറുതല്ല. ബീഹാറിൽ എല്ലായിടത്തും മോദി വികസനം സംസാരിച്ചു. ജാതി സമവാക്യങ്ങൾ ചർച്ചയാകുന്നിടത്ത് വികസന പദ്ധതികൾ മാത്രം ചർച്ചയാക്കി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് പട്ന മെട്രോ ഓടിത്തുടങ്ങി. 4 നഗരങ്ങളിൽ കൂടെ മെട്രോ എന്ന ഉറപ്പ് നൽകി. ജനസംഖ്യയുടെ വലിയ ശതമാനം വരുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ട് മഹിളാ റോസ്ഗാർ യോജന, യുവാക്കൾക്ക് ജോലി, എക്സ്പ്രസ് ഹൈവേകൾ, സ്കിൽ സെന്റർ, സൗജന്യ വിദ്യാഭ്യാസം, അങ്ങനെ ബീഹാറികൾക്ക് വേണ്ടത് മോദി നൽകാമെന്നും പറഞ്ഞു. ഇതെല്ലാം കിട്ടുമെങ്കിൽ എന്തിന് മാറി ചിന്തിക്കണമെന്ന് ബീഹാർ ജനത വിചാരിച്ചു. ഇതോടെ നിതീഷിന്റെ ബീഹാർ മോദിക്ക് കൂടി അവകാശപ്പെട്ടതായി മാറി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സൂചിപ്പിച്ച പോലെ BJPക്ക് വടക്കേ ഇന്ത്യയിൽ അവരുടെ മേൽക്കൈയോടുകൂടി ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയാതിരുന്നത് ബീഹാറിലായിരുന്നു. ഇപ്പോൾ BJP ഒറ്റക്കക്ഷിയായതിലൂടെ ആ രാഷ്ട്രീയ സ്വപ്നം കൂടി സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ബീഹാറിൽ. മഹാരാഷ്ട്രയിൽ BJP എന്ത് രാഷ്ട്രീയ നീക്കമാണോ നടത്തിയത് അത് തന്നെയാണ് ബീഹാറിലും സംഭവിക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ ഒരു വിലയിരുത്തൽ. രാഹുൽ ഗാന്ധി ഉയർത്തിയ വ്യാജ ആരോപണങ്ങൾ ബീഹാറിലെ ജനം തള്ളിയെന്ന് BJP നേതാവ് V മുരളീധരൻ. രാഹുൽ ഗാന്ധി അപക്വമായി ഇത്തരം പരാമർശങ്ങൾ പിൻവലിച്ചാൽ മാത്രമേ കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ കഴിയൂ. ബീഹാറിലെ ജയം കേരളത്തിൽ BJPക്ക് വലിയ ഊർജ്ജം നൽകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ വിജയം കേരളത്തിന് മാതൃകയാക്കാമെന്ന് K സുരേന്ദ്രനും പ്രതികരിച്ചു. ബീഹാറിലെ ജനങ്ങൾ ശ്രീ നരേന്ദ്രമോദിജിയുടെയും നിതീഷ് കുമാറിൻ്റെയും ജനപക്ഷ ഭരണത്തിനുള്ള അംഗീകാരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കുമെന്നുള്ള അവകാശവാദം ഉന്നയിച്ച ആളുകൾക്കുള്ള തിരിച്ചടിയാണ് ബീഹാറിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. സ്ത്രീകളും യുവാക്കളും കർഷകരും ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളും വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകിയിട്ടുള്ളത്. ബീഹാറിലെ NDAയുടെ അഭൂതപൂർവമായിട്ടുള്ള വിജയം ഏറ്റവും മാതൃകയാക്കാവുന്നത് കേരള സംസ്ഥാനത്തിനാണ്. അവിടെ ജംഗിൾ രാജിനെതിരായിട്ട് അത്തരം ശക്തികൾ ഇനി വേണ്ട എന്നുള്ള ഒരു ഉറച്ച നിലപാടാണ് വോട്ടർമാർ സ്വീകരിച്ചത്. കേരളത്തിലും ഈ കൊള്ളക്കാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള സുതാര്യമായ ഒരു ഭരണ സംവിധാനം വേണമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ബീഹാറിൽ പ്രതിപക്ഷ സഖ്യം വലിയ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ആകും. വോട്ടർ അധികാർ യാത്ര നടത്തി ബീഹാറിൽ ചുവടുറപ്പിക്കാമെന്നുള്ളതായിരുന്നു രാഹുലിന്റെ പ്രതീക്ഷ. എന്നാൽ അതെല്ലാം തകർത്തുകൊണ്ടാണ് NDA സഖ്യം തേരോട്ടം നടത്തിയത്. വികസനം, തൊഴിലില്ലായ്മ എന്നിവയ്ക്ക് പുറമെ വോട്ടുകൊള്ള, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവ കൂടി ഉയർത്തിയാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധി പ്രചരണം നയിച്ചത്. നരേന്ദ്ര മോദി, अमित शाह और ये जो चीफ इलेक्शन कमिश्नर है ज्ञानेश, ये वोट चोरी कर रहे हैं. बिहार के युवाओं से कह रहा हूँ, बिहार के जो जनरेशन Z है उनसे कह रहा हूँ, हमारी सबकी जिम्मेदारी है, आपको सावधान रहना है पोलिंग बूथ पे, वोट चोरी नहीं होने देनी है. എന്നാൽ പ്രധാനമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ ബീഹാർ ജനത ഏറ്റെടുത്തില്ല എന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കർഷകർക്കൊപ്പം സഞ്ചരിച്ചും വെള്ളത്തിലിറങ്ങിയും ബീഹാർ ജനതയുടെ മനസ്സിൽ കയറാൻ രാഹുൽ ശ്രമിച്ചു. പക്ഷേ ഇതൊന്നും വോട്ടർമാർക്കിടയിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ മത്സരിച്ച് 19 സീറ്റിൽ ജയിച്ചു. ഇത്തവണ പക്ഷേ RJDയോട് യുദ്ധം വെട്ടി 63 സീറ്റിൽ മത്സരിച്ചു. ഇരട്ട സംഖ്യയിലേക്ക് എത്താൻ പോലും കോൺഗ്രസിനായില്ല. ദയനീയ പരാജയമാണ് രാഹുലും കൂട്ടരും ഏറ്റുവാങ്ങിയത്. കേവലം ബീഹാർ കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് രാഹുലും കോൺഗ്രസും പറയുന്നുണ്ട്. പക്ഷേ ബീഹാറിലെ പരാജയം കോൺഗ്രസിന് മുന്നിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. രാജ്യവ്യാപകമായി BJPയെ എതിർക്കാൻ കോൺഗ്രസിൽ ശക്തിയുണ്ടോ?
രാഹുൽ ഗാന്ധിയെ മാത്രം മുൻനിർത്തിയാൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ? മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടുകൾ കൂടി അംഗീകരിക്കേണ്ടേ? ഇത്രയും ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിലും ഉയർന്നു കേൾക്കാം. ഇതിന് മറുപടി പറയാതെ, പരിഹാരം കാണാതെ മുന്നോട്ടു പോയാൽ പശ്ചിമബംഗാളും അസമും കേരളവും തമിഴ്നാടും കോൺഗ്രസിനെ കാത്തിരിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അങ്ങനെ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി നിരവധി ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ബീഹാറിൽ ഒരു കാലത്ത് പ്രബല ശക്തിയായിരുന്നു കോൺഗ്രസ്. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോൺഗ്രസിന്റെ ദയനീയമായ അവസ്ഥയാണ് ബീഹാറിൽ കാണാൻ കഴിയുന്നത്. ഈ വോട്ടർ അധികാർ യാത്ര കടന്നുപോയ ഒരു സ്ഥലങ്ങളിലും കാര്യമായ ചലനമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളതും കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. അതേസമയം ബീഹാർ പരാജയത്തിൽ നിന്നും പാഠം പഠിക്കണമെന്നും എന്താണ് വീഴ്ച പറ്റിയതെന്ന് പരിശോധിക്കണമെന്നും ശശി തരൂർ MP. ബീഹാറിലെ മുന്നണിയിൽ കോൺഗ്രസ് ആയിരുന്നില്ല ഏറ്റവും വലിയ കക്ഷിയെന്നും പരാജയ വിഷയത്തെപ്പറ്റി കൂടുതൽ പറയുന്നില്ലെന്നും തരൂർ വ്യക്തമാക്കി. ഈ പരാജയം നമുക്ക് പാഠം പഠിക്കണമെന്നൊരു സംശയമില്ല. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്, എങ്ങനെയാണിത് സംഭവിച്ചത്, എന്തായിരുന്നു കാരണങ്ങൾ, നമ്മളുടെ സന്ദേശത്തിലായിരുന്നു കുഴപ്പം, നമ്മുടെ നേതൃത്വത്തിലായിരുന്നു കുഴപ്പം, നമ്മുടെ സ്ഥാനാർത്ഥികളുടെ സെലക്ഷനാണ് കുഴപ്പം, ഇതെല്ലാം കണ്ടുപിടിച്ച് അറിയണ്ടേ? ആ തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ സാധിക്കുന്നത് പാർട്ടി തന്നെ പഠിച്ച് മനസ്സിലാക്കണമെന്ന് ഒരു സംശയമില്ല. കൂടുതൽ വിശദാംശങ്ങളിലേക്കും വിലയിരുത്തലുകളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ഒരു തരത്തിലും BJPക്കും JDUവിനും വെല്ലുവിളി ഉയർത്താതെയാണ് മഹാസഖ്യം ബീഹാറിൽ കീഴടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ NDA നേതാക്കൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു ബീഹാർ ജനത. കോൺഗ്രസിനെ സംബന്ധിച്ച് പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ബീഹാറിൽ മോദി നിതീഷ് മാജിക് ചരിത്ര വിജയത്തിന് വഴിവെച്ചത് എന്തെല്ലാം, മഹാസഖ്യം എങ്ങനെയാണ് അതിദയനീയമായി തകർന്നടിഞ്ഞത്, എല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. KK പ്രശാന്താണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, എങ്ങനെ വിലയിരുത്താം ബീഹാർ വിജയത്തെ? അമ്പിളി, അടിമുടി NDA എന്ന് തന്നെ നമുക്ക് ബീഹാറിലെ വിജയത്തെ തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് വലിയ പോരാട്ടമായിരുന്നു ബീഹാറിൽ മഹാസഖ്യം കാഴ്ചവെച്ചിരുന്നത്. ഒരുപക്ഷെ വലിയ പ്രതീക്ഷയും അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ബീഹാർ ജനങ്ങൾക്ക് മുന്നിൽ വിലപ്പോയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് എന്താണ് ബീഹാറിലെ ജനത ഹൃദയത്തിൽ ഒളിപ്പിച്ചത് എന്നുള്ളത് ചോദിച്ചാൽ അത് താമര തന്നെയായിരുന്നു. അതിന് ഒപ്പം തന്നെ JDUവിനെ അവർ ഒപ്പം സ്വന്തമാക്കി തന്നെ മുന്നോട്ട് പോയി. അത് തന്നെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ആകെ തന്നെ കണ്ടത്. ഈ വളരെ കൃത്യമായ ആസൂത്രിതമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയാണ് BJP NDA സഖ്യം അങ്ങനെ മുന്നോട്ട് വെച്ചത്. പൂർണ്ണമായും എന്താണ് ബീഹാറിന് വേണ്ടതെന്ന് കൃത്യമായി പദ്ധതികൾ BJPയുടെ ഭാഗത്തുനിന്നും JDUവിൻ്റെ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു, ഒപ്പം തന്നെ മറ്റ് കേന്ദ്രമന്ത്രിമാരെല്ലാം തന്നെ നേതൃനിരയിൽ തന്നെ ഉണ്ടാകുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ നേരിട്ട് ബീഹാറിൽ കേന്ദ്രീകരിച്ച് തന്നെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതല മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതായിരുന്നു എടുത്തു പറയേണ്ടത്. അങ്ങനെ എവിടെയൊക്കെയാണോ പോരായ്മകളുണ്ട് ആ പോരായ്മകളെ തന്നെ പരിഹരിക്കുന്നു. മാത്രമല്ല, ജയസാധ്യത കുറഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്നു, അവർക്ക് പകരം പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നു. പക്ഷെ അപ്പോഴും വിമത നീക്കം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ നടത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷെ മറുവശത്ത് നോക്കൂ, ബീഹാറിനെ സംബന്ധിച്ച് വലിയ വിളനിലമാണ്, വലിയ തരത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ RJDക്ക് കഴിയുന്നൊരു സ്ഥലമാണ്. അവിടേക്ക് കോൺഗ്രസ് കൂടിയെത്തുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കിയ ഇടത് പാർട്ടികളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു നേട്ടമുണ്ടാക്കില്ല. ദളിത് വോട്ടുകൾ ഒപ്പം എത്തിക്കാൻ വേണ്ടി മുകേഷ് സാഹ്നിയുടെ പാർട്ടിയൊക്കെ കൂടെ നിർത്തും, VIP ഒപ്പമുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ അവിടെ RJDക്ക് ഗുണമായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പ്രധാനമായും ജംഗിൾ രാജിലേക്ക് ബീഹാർ തിരിച്ചു പോകും RJD വന്നാൽ എന്നുള്ള വലിയ പ്രചരണം അവിടെ ഇറക്കാൻ NDAക്ക് കഴിഞ്ഞു. അത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയെന്ന് എടുത്തു പറയണം. കാരണം അധികം സ്ത്രീകളും പുറത്തിറങ്ങാതിരുന്നൊരു സമയം ബീഹാറിലുണ്ടായിരുന്നു. രാത്രി അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ അവർ കൃത്യമായി പുറത്തിറങ്ങിയിരുന്നു. ബീഹാറിൽ രാത്രികൾ കിട്ടിത്തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാമെന്നൊരവസ്ഥയിലേക്ക് തന്നെ ഉണ്ടാകുന്നു. മറ്റൊന്ന്, നിരോധനം പിൻവലിക്കുമെന്നുള്ളതായിരുന്നു ഒരു പ്രഖ്യാപനം. ആ തരത്തിലുള്ള ചില ചർച്ചകൾ ഉയർന്നു വന്നു. ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ മഹാസഖ്യത്തിന് അടിപതർന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വന്നു. പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, അവർക്കിടയിൽ ഉണ്ടായ പടലപ്പിണക്കങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് അവസാന നിമിഷവും പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലേക്കുന്നു. അങ്ങനെ ഒരു മുന്നണി എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് LJP ചില നീക്കങ്ങൾ നടത്തുന്നു, തർക്കം ഉയർത്തുന്നു. പക്ഷെ അവരെയൊക്കെ തന്നെ നേരിട്ട് ചർച്ച നടത്തി പ്രശ്നപരിഹാരം സാധ്യമാക്കാൻ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കഴിയുന്നു. അവർ ഏത് തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്താലും അവിടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ മറുവശത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയല്ല ചെയ്തത്. പരസ്പരം മത്സരിക്കട്ടെ, സൗഹൃദ മത്സരമായി ജനങ്ങൾക്ക് തോന്നുമെന്ന് പറഞ്ഞു. പക്ഷേ ജനങ്ങൾക്ക് അങ്ങനെയല്ല തോന്നിയത്.
പരസ്പരം പോരടിക്കുന്ന രണ്ട് പാർട്ടികളെ എന്തിന് തങ്ങൾ വിശ്വസിക്കണം? അപ്പുറത്ത് കൃത്യമായ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു, ജംഗിൾ രാജിലേക്ക് പോകില്ല എന്ന് പറയുന്നു. കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നു, സംസ്ഥാനത്ത് BJPയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു സർക്കാർ വരികയാണ്, JDU ഒപ്പമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പോരാളി നിതീഷ് കുമാർ തന്നെയാണ്. ഒരു വശത്ത് അനാരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ആ വിമർശനങ്ങളെയൊക്കെ മറികടക്കാൻ അനുഭവ സമ്പത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാടുകളിലൂടെ JDUവിന് കഴിയുന്നു. അതെല്ലാം കൂടി ഗുണകരമായി. ഒപ്പം തന്നെ ഘടകകക്ഷികൾ മഹാസഖ്യത്തിന് തിരിച്ചടിയായി അല്ലെങ്കിൽ ഗുണം ചെയ്തില്ല എങ്കിൽ പക്ഷേ NDAയിലേക്ക് എത്തുമ്പോൾ LJP ആണെങ്കിലും ഹിന്ദുസ്ഥാനി അവാം മോർച്ചയാണെങ്കിലും ഒക്കെ തന്നെ RLM ഉണ്ട്. ഇവരൊക്കെ തന്നെ വലിയ നേട്ടമാണ് ആ സഖ്യത്തിന് ആകെ തന്നെ നൽകിയത്. അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് NDA മഹാവിജയത്തിലേക്ക്, ചരിത്ര വിജയത്തിലേക്ക് എത്തിയത്. മറുവശത്തിന് ചിന്തിക്കേണ്ട സമയമാണ്. എങ്ങനെ തിരുത്താൻ കഴിയും? കോൺഗ്രസിനെ സംബന്ധിച്ചാണ് വലിയ പ്രശ്നമുള്ളത്. വലിയ തോൽവിയാണ് നേരിട്ടേണ്ടി വന്നത്. ഒറ്റ സംഖ്യയിലേക്ക് ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ആവനാഴിയിലെ എല്ലാ അമ്പും ബീഹാറിൽ കോൺഗ്രസ് ഉപയോഗിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും ഒക്കെ തന്നെ എത്തിയിരുന്നു. മാത്രമല്ല, രാഹുൽ തമ്പടിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ, വോട്ടർ അധികാർ യാത്ര പോയ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ നേട്ടം അവിടെ NDA ഉണ്ടാക്കി എന്നുള്ള കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഉയർത്തിയ ഏത് രാഷ്ട്രീയമാണ് ബീഹാർ ജനത സ്വീകരിച്ചത്? ഇനി ഏതൊക്കെ രാഷ്ട്രീയം മറ്റ് പാർട്ടികൾ മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിക്കും? ഇതൊക്കെ ചോദ്യമായി നിലനിൽക്കുകയാണ്. ഏതായാലും പൊളിച്ചെഴുത്തലുകൾ അല്ലെങ്കിൽ തിരുത്തലുകൾ ബീഹാറിനെ മുൻനിർത്തി തന്നെ മഹാസഖ്യത്തിൽ കോൺഗ്രസിലൊക്കെ തന്നെ വേണ്ടിവരും. അമ്പിളി, വ്യക്തമാണ്. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ NDAയെ BJPയെ അമ്പരപ്പിക്കുന്ന ഒരു ജനവിധിയാണ് ബീഹാറിൽ നിന്നുണ്ടായിരിക്കുന്നത്. മറുവശത്ത് മഹാസഖ്യം തകർന്നടിഞ്ഞപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നോട്ട് പോക്ക് തന്നെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു പ്രധാനപ്പെട്ട പ്രതികരണം പോലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ളതും കൂടി ഈ സമയം വരെ ശ്രദ്ധേയമായ കാര്യമാണ്. KK പ്രശാന്താണ് കൂടുതൽ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ വിശകലനങ്ങളുമൊക്കെ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിർണായക നീക്കമാണ് EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി ED. കേസിന്റെ FIRകൾ ആവശ്യപ്പെട്ടാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയെ സമീപിച്ചത്. തിങ്കളാഴ്ച കോടതി ഹർജി പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രഥമ ദൃഷ്ട്യാ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് വ്യക്തമാണെന്നും ഇക്കാര്യം വിശദമായി പരിശോധിക്കണമെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലപാട്. ഇതിന്റെ ഭാഗമായി കേസിലെ FIRകളുടെയും മൊഴികളുടെയും അനുബന്ധ രേഖകളുടെയും പകർപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ED ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കാൻ നിയമപരമായി അധികാരമുള്ള ഏക ഏജൻസിയാണ് ED. PMLA നിയമപ്രകാരം അന്വേഷണം ആരംഭിക്കുന്നതിനും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനും FIRന്റെ പകർപ്പ് അനിവാര്യമാണെന്നും EDയുടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ആഴ്ച FIRകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട ED റാന്നി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കോടതി ആവശ്യം തള്ളി. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശബരിമല കേസ് വളരെ സെൻസിറ്റീവാണ്, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് റാന്നി കോടതി അന്ന് അപേക്ഷ തള്ളിയത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കോടതി അപേക്ഷ തള്ളിയതെന്ന് EDയുടെ ഹർജിയിൽ വ്യക്തമാക്കുന്നു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ മാധ്യമ വിചാരണയും മാധ്യമങ്ങളുടെ സമാന്തര അന്വേഷണവുമാണ് വിലക്കിയിട്ടുള്ളത്. അല്ലാതെ നിയമപരമായ ഏജൻസികളെ വിലക്കിയിട്ടില്ലെന്നും ED ചൂണ്ടിക്കാട്ടുന്നു. FIR പൊതുരേഖയാണ്, മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് നൽകുന്നതിൽ തെറ്റില്ല. PMLA നിയമപ്രകാരമുള്ള അന്വേഷണത്തെ നിയന്ത്രിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല. അതുപോലെ ഈ കേസ് സെൻസിറ്റീവ് അല്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചാണ് ഉത്തരവ്. കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ചാ കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം ജയശ്രീയെ പ്രതി ചേർത്തത്. ജയശ്രീ മിനിറ്റ്സ് തിരുത്തി 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഡൽഹി സ്ഫോടനത്തിലെ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്ന സമയമാണ്. അന്വേഷണം വ്യാപിപ്പിച്ചു കേന്ദ്ര ഏജൻസികൾ. ഒരു ഡോക്ടർ ഉൾപ്പെടെ 5 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തു. സ്ഫോടനം നടത്തിയ ഉമർ നബിയുടെ പുൽവാമയിലെ വീടിന് സുരക്ഷാസേന തകർത്തു. അൽ ഫലാഖ് സർവകലാശാലയിലെ കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യും.
ഡൽഹി സ്ഫോടനത്തിന് കാരണക്കാരായ പ്രധാന ആളുകളിലേക്ക് എത്തിയെങ്കിലും പരിശോധനയും അന്വേഷണവും വ്യാപിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ ഏജൻസികൾ. ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് പുറമെ സംസ്ഥാനങ്ങളിലെ ATSഉം ജമ്മുകശ്മീർ പോലീസും സംയുക്തമായാണ് ഡൽഹി, ജമ്മുകശ്മീർ, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ അന്വേഷണം തുടരുന്നത്. സ്ഫോടനത്തിന് നേതൃത്വം നൽകിയവർ ഉണ്ടായിരുന്ന അൽ-ഫലാഖ് സർവകലാശാലയിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഫോറൻസിക് ഓഡിറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അതിനിടെ ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് ഇന്ന് സുരക്ഷാസേന തകർത്തു. ഉമർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. DNA പരിശോധനയിലൂടെയാണ് ഇയാളുടെ സാന്നിധ്യം സുരക്ഷാസേന സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അവയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്ക് ശക്തമായ സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇയാളുടെ വീട് തകർത്തതെന്ന് സുരക്ഷാസേന അറിയിച്ചു. അതിനിടെ സമൂഹമാധ്യമങ്ങളിൽ ഡൽഹി സ്ഫോടനത്തെ ന്യായീകരിച്ച ഏതാനും ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വിസ് ആപ്പ് ഉപയോഗിച്ച് സ്ഫോടന പദ്ധതി ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹമാധ്യമങ്ങളും രഹസ്യ ആപ്പുകളും കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യതലസ്ഥാനത്തുൾപ്പെടെ ഇപ്പോഴും സുരക്ഷ ശക്തമായി തുടരുകയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ആദ്യ ദിനം 10 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ പത്രിക ലഭിച്ചത് തിരുവനന്തപുരത്ത് നിന്നുമാണ്. മലപ്പുറത്തും പാലക്കാടും 2 വീതവും, കോട്ടയത്തും തൃശൂരും ഓരോന്ന് വീതവും നാമനിർദ്ദേശ പത്രിക ലഭിച്ചു. ഈ മാസം 21 വരെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പകൽ 11നും 3 മണിക്കും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്. സ്ഥാനാർത്ഥിക്ക് നേരിട്ടോ നിർദ്ദേശകൻ വഴിയോ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന ഈ മാസം 22-ന് നടക്കും. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ KA അൻസിയ രാജിവെച്ചു. പാർട്ടി മെമ്പർഷിപ്പ് പോലുമില്ലാത്ത വ്യക്തിയെ മത്സരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് രാജി. തനിക്ക് പകരം വാർഡിൽ മത്സരിക്കാൻ നന്നായി പ്രവർത്തിച്ചിരുന്നവരുടെ പേര് നിർദ്ദേശിച്ചിരുന്നു. അവർക്കാർക്കും അവസരം നൽകാതെയാണ് ഒരു വ്യക്തി നിർദ്ദേശിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് KA അൻസിയ പറഞ്ഞു. വഹിക്കുന്ന ചുമതലകളിൽ നിന്നും പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായി അൻസിയ അറിയിച്ചു. മഹിളാ സംഘം സെക്രട്ടറി, CPI മണ്ഡലം കമ്മിറ്റി അംഗം എന്നീ പദവികൾ അൻസിയ വഹിച്ചിരുന്നു. ഈ മെമ്പർഷിപ്പിലൊന്നുമില്ലാത്ത ഇതിനുവേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങളൊപ്പം നിൽക്കുന്ന മഹിളാ സഖാക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു വ്യക്തി പറഞ്ഞ, ആരും പിന്താങ്ങാനില്ലാത്ത ഈ ഒരു വ്യക്തി പറഞ്ഞ ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി 6ാം ഡിവിഷനിൽ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ വന്ന പോലെയുള്ള എല്ലാ അവസരങ്ങളും മറ്റുള്ള വനിതാ സഖാക്കൾക്കും കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രസ്ഥാനം നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ. അല്ലെങ്കിൽ അത് വേരില്ലാതെ ആയി പോകും കൊച്ചി മണ്ഡലത്തിലെ പ്രസ്ഥാനം എന്നുള്ളതുകൊണ്ട്, അതിനോട് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ വഹിക്കുന്ന ഈ ചുമതലകൾ പാർട്ടിയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നതായി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചു. CPM മത്സരിക്കുന്ന 9 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ള 18 ഡിവിഷനുകളിൽ CPM 10 ഡിവിഷനുകളിലും CPI 3 ഡിവിഷനുകളിലുമാണ് മത്സരിക്കുന്നത്. INL 2-ലും കേരള കോൺഗ്രസും RJDയും NCPയും ഓരോ ഡിവിഷനിലും മത്സരിക്കും. കുറ്റിക്കോൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാമാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥി. CPM സ്ഥാനാർത്ഥികളെ ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ സാബു എബ്രഹാം പറഞ്ഞു. ഈ ജില്ലയുടെ സമഗ്രമായ വികസന കുതിപ്പിന് വേഗത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മത്സരിക്കുന്ന ഞങ്ങളെ ഈ നാട്ടിലെ ജനങ്ങളും ഏൽപ്പിക്കും എന്ന തികഞ്ഞ വിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. LDFിലെ മറ്റു പാർട്ടികൾ മത്സരിക്കുന്ന ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. കയ്യൂർ ഡിവിഷനിൽ ജില്ലാ കമ്മിറ്റി അംഗം ഒക്ലാവ് കൃഷ്ണൻ, പുത്തികയിൽ ജില്ലാ കമ്മിറ്റി അംഗം KA മുഹമ്മദ് ഹനീഫ്, മടിക്കയിൽ DYFI ജില്ലാ ട്രഷറർ K സബീഷ്, ബേക്കലിൽ TV രാധിക, കുമ്പളയിൽ KB യൂസഫ്, ദേലമ്പാടിയിൽ O വത്സല, ചെറുവത്തൂർ ഡിവിഷനിൽ ഡോക്ടർ ഷെറീന സലാം, ചെങ്കളയിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സഹർബാഹു സാഗർ എന്നിവർ ജനവിധി തേടും. അമൃത ന്യൂസ്, കാസർഗോഡ്. ആറന്മുള മുൻ MLA KC രാജഗോപാലൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പത്തനംതിട്ടയിലെ മെഴുവേലി പഞ്ചായത്തിൽ 8ാം വാർഡിൽ CPM സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ രാധാചന്ദ്രനും BJPയിലെ P അനൂപ് കുമാറുമാണ് എതിരാളികൾ.
കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് മത്സരിക്കും. ലീഗിന് ഒരു സീറ്റ് നൽകാൻ UDF-ൽ ധാരണയായി. ഏത് സീറ്റ് നൽകണമെന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. ആദ്യമായാണ് ലീഗിന് കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് ലഭിക്കുന്നത്. ഡിവിഷനുകളുടെ എണ്ണം 22-ൽ നിന്നും 23 ഉയർന്ന കോട്ടയത്ത് കോൺഗ്രസ് 14 സീറ്റിലും കേരള കോൺഗ്രസ് 8 സീറ്റിലും മുസ്ലിം ലീഗ് 1 സീറ്റിലും മത്സരിക്കും. മുൻപത്തെ ധാരണ പ്രകാരമുള്ള സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിലും ചർച്ചകൾ തുടരുമെന്നാണ് UDF നേതൃത്വം നൽകുന്ന സൂചന. LDF-ലും സീറ്റുകൾ ധാരണയായി. കേരള കോൺഗ്രസ് എമ്മിന് 10 സീറ്റുകളും CPM-ന് 9-ഉം CPI-ക്ക് 4-ഉം എന്നതാണ് ധാരണ. കേരള കോൺഗ്രസ് നൽകിയിരിക്കുന്ന അയർക്കുന്നം ഡിവിഷനിൽ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാനാണ് തീരുമാനം. NDA-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ശനിയാഴ്ച ഉണ്ടായേക്കും.